ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് നമ്മളുടെ ഓണമായിട്ട് ഇന്നൊരു സ്പെഷ്യൽ പായസമാണ്. ഇത് നമ്മൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന സേമിയോ പായസം നന്നായിട്ട് ആക്കി, അത് പിന്നെ ഉണ്ടാക്കേണ്ട പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സേമിയവും ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് പാലിലിട്ട് വേവിച്ച് പഞ്ചസാരയും ഇട്ട് ഒന്ന് കുറുകി വരുമ്പം ഒന്ന് വാങ്ങി വയ്ക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പം എല്ലാവർക്കും സേമിയ പായസം ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ സേമിയ പായസത്തിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതാണ് ഈ ട്വിസ്റ്റ്. പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ ഈ നേന്ത്രപ്പഴം കൂടെ കട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ നേന്ത്രപ്പഴവും കട്ട് ചെയ്ത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതെന്തൊക്കെ ഫ്രൂട്ട്സാണെന്ന് നോക്കാം നമുക്ക്. അതിലേക്ക് ഞാൻ ഇത് പൈനാപ്പിളാണ്, പിന്നെ നേന്ത്രപ്പഴം കട്ട് ചെയ്തു, പിന്നെ ഇത് റോബസ്റ്റ പഴമാണ്, പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ റേസിൻസ്. നിങ്ങൾക്ക് എന്തൊക്കെ ഫ്രൂട്ടാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കുറച്ച് ഷുഗർ, അതായത് എത്രയാണ് നിങ്ങൾക്ക് മധുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഷുഗർ എടുത്തിട്ട് നന്നായിട്ട് സ്റ്റൗവിന് വെച്ച് നന്നായി അത് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഈ എല്ലാ ഫ്രൂട്ട്സും കൂടെ. എന്തൊക്കെ ഫ്രൂട്ട്, ഞാനിപ്പോൾ ഇതിൽ പൈനാപ്പിളാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. ഞാൻ പൈനാപ്പിൾ ബനാന പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അത് വിചാരിച്ച് പൈനാപ്പിൾ കുറച്ച് കൂടുതൽ എടുക്കാമെന്ന്. അതാണ് പൈനാപ്പിളാണ് കുറച്ച് കൂടുതൽ എടുക്കുന്നത്. പിന്നെ ഇതൊരു ഉണ്ടാക്കി വരുന്ന സമയത്ത് ഒരു പൈനാപ്പിൾ ഫ്ലേവറും കൂടി ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓണത്തിന് പൈനാപ്പിൾ പായസമായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാ ഫ്രൂട്ടും കൂടെ ഇട്ടിട്ട് ചെയ്യാമെന്നുള്ളതിലാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ഫ്രൂട്ടാണെന്ന് വെച്ചാൽ അതൊക്കെ ഇത് നന്നായി ഇതായിപ്പം മെൽറ്റായി, പഞ്ചസാരയൊക്കെ മെൽറ്റ് ചെയ്ത് ഷുഗർ ഇതായിട്ട്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് പായസം എടുത്ത് ഫ്രീസറിലേക്ക് വെച്ച് ഒന്നും കൂടെ ഒന്ന് തണുത്തോട്ടേന്ന് കരുതാൻ. മിക്സ് ആക്കുന്നതിന് മുമ്പ് പിരിഞ്ഞു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ഒന്ന് തണുത്തു. ഞാനൊരു ട്രേയിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പം ആ ട്രേയിൽ ഞാൻ പായസം ഒഴിച്ചു. അതിന് മേലേക്ക് ഈ കാരമലൈസ് ചെയ്ത ഫ്രൂട്ടും കൂടെ ഇതാക്കുവാണ്. ഇതാണ് നമുക്കിങ്ങനെ പൈനാപ്പിളും പഴവും റേസിൻസും കാഷ്യൂനട്ടും ഒക്കെ കാണാൻ പറ്റും. കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.